ഓം ശാന്തി. നമ്മുടെ ലൈഫിലുള്ളതായിരിക്കുന്ന സമൃദ്ധിയും അഥവാ ഇല്ലായ്മയും രണ്ടും നമ്മുടെ മനസ്സിൽ നിന്ന് ജനിക്കുന്നതായിരിക്കുന്ന ഘടകങ്ങളാണ്. മനസ്സിലെ സങ്കല്പങ്ങൾക്ക് ആധാരം നമ്മുടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കിയാൽ, ഞാൻ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു, എന്തെല്ലാം കേൾക്കേണ്ടി വരുന്നു, എന്തൊക്കെ ഞാൻ ആസ്വദിക്കുന്നു, ഇതിൻ്റെയൊക്കെ ആധാരത്തിൽ, ഈ ഇന്ദ്രിയങ്ങളുടെ ആധാരത്തിൽ ഈ പുറം ലോകത്ത് നിന്ന് എന്തെല്ലാം ഇൻഫോർമേഷൻ അഥവാ അനുഭവങ്ങൾ, അനുഭൂതികൾ ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചോ അഥവാ വിഷമിച്ചോ സ്വീകരിച്ചോ, അതായത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വന്നു, അതൊക്കെ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ആധാരത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ, ആ വൈബ്രേഷനാണ് പ്രപഞ്ചത്തിലേക്ക് പ്രവഹിക്കുന്നതും. എന്ത് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ടോ അതാണ് പ്രപഞ്ചത്തിൻ്റെ അഥവാ യൂണിവേഴ്സിൻ്റെ ഈ പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ മെസ്സേജ്, അതാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതും. അതുകൊണ്ട് തന്നെ മാറ്റം വേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. ജീവിതത്തിൽ സമൃദ്ധി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സുഖവും ശാന്തിയും സമൃദ്ധിയും നല്ല ആരോഗ്യവും നല്ല ഹാപ്പിനെസ്സും എല്ലാം നിങ്ങൾക്ക് ആകർഷിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പ്രവർത്തിക്കേണ്ടത് പുറത്തല്ല, അകത്ത് തന്നെയാണ്. നമ്മുടെ ലൈഫിലുള്ളതായിരിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിൻ്റെയും ആധാരമാകുന്നത്, കാരണമാകുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് പോയതായിരിക്കുന്ന സങ്കല്പങ്ങളും വാക്കും കർമ്മവുമാണ് പലപ്പോഴും അത് പുറത്തു പോയ ശേഷം തിരിച്ചു വന്ന് നമ്മുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചു പോകും, എന്താ ഇവർ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇന്നലെ അങ്ങനെയായിരുന്നു, ഇന്നെങ്കിലും ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചു, ഇന്നും ഇങ്ങനെയായി പോയല്ലോ, എത്ര കഷ്ടമായി പോയല്ലോ. ഓരോ ദിവസം കഴിയുന്തോറും ഒരു 50 രൂപ വന്നു, അല്ലെങ്കിൽ ഒരു 1000 രൂപ വന്നു, 2000 രൂപ വന്നു, കയ്യിൽ പൈസ വന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് എന്താ അടുത്തൊരു പ്രശ്നം വരുന്നു. ഇതേ രീതിയിൽ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന നമ്മൾ ഇപ്പോഴത്തെ ഞാൻ അനുഭവിക്കുന്ന സങ്കല്പത്തിൻ്റെ ആധാരത്തിൽ നോർമൽ തോട്ട് പാറ്റേൺ വന്നുകൊണ്ടേയിരിക്കും. അതിനേക്കാൾ മോശമായ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വീണുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം നമുക്കിന്ന് മനസ്സിലാക്കാം, പ്രവർത്തിക്കേണ്ടത് പുറത്തല്ല, പ്രവർത്തിക്കേണ്ടത് അകത്താണ്. അകത്ത് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ മനസ്സിലാണ്. മനസ്സിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഊർജ്ജം നമുക്ക് എങ്ങനെ നിറയ്ക്കാനായിട്ട് സാധിക്കും? ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സിന് എങ്ങനെ സാധിക്കുമെങ്കിൽ അതിൻ്റെ ഓരോ അറയിൽ നോക്കിയാലും ഇന്നലത്തെ പ്രശ്നം, മിനിഞ്ഞാന്നത്തെ പ്രശ്നം, ആ സങ്കടം, ഈ സങ്കടം, അവിടുത്തെ ഹാപ്പിനെസ്, ആ പുരയിൽ പോയപ്പോൾ കണ്ട കാര്യം, ഇവിടെ കേട്ട കാര്യം, ഇതൊക്കെ നിറച്ചു വെച്ചിരിക്കുകയായിരിക്കും. ഇതിനെ പവർഫുള്ളാക്കാൻ ഒറ്റ വഴി എന്താണെന്നറിയോ? നമുക്ക് ഒരുപാട് അഴുക്ക് നിൽക്കുന്നതായിട്ടുള്ള ഞാൻ കാണാറുണ്ട്. നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ ടൈലൊക്കെ ഇട്ടു, അല്ലെങ്കിൽ കാറിൽ അങ്ങനെ ഒത്തിരി അഴുക്ക് പിടിച്ചതായിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഈ പ്രഷർ പമ്പ് വെച്ചിട്ട് ശക്തമായിട്ട് വെള്ളത്തിന് ചീറ്റിച്ചിട്ട് ആ അഴുക്കിനൊക്കെ ഇളക്കി കളയുന്നത് ഞാൻ കാണാറുണ്ട്. അങ്ങനൊരു പ്രഷർ പമ്പ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് വെക്കാം. അതേതാ ഈ പ്രഷർ പമ്പ് എന്നല്ലേ? പരമാത്മ, സർവശക്തനായിരിക്കുന്ന ഭഗവാൻ. പക്ഷേ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. എല്ലാവരും, ഞാനും നിങ്ങളും, ഇത് കാണുന്നവരും കേൾക്കുന്നവരും കാണാത്തവരും കേൾക്കാത്തവരും, ലോകത്തെല്ലാ മനുഷ്യന്മാരും തന്നെ 2 ഊർജ്ജം കൊണ്ട് നിർമ്മിതമാണ്. ഒന്ന് ഈ ഫിസിക്കലായിരിക്കുന്ന എനർജി, അതും സയൻസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അതല്ല ആധ്യാത്മികമായിട്ടുള്ള ഭാഷയിൽ പറയുകയാണെങ്കിൽ ആകാശം, ജലം, വായു, ഭൂമി, അഗ്നി എന്നുള്ളതായിരിക്കുന്ന പഞ്ചഭൂത നിർമ്മിതമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതിനേക്കാൾ അധികം ശക്തിശാലിയായിട്ട് ഇതിനെക്കൊണ്ടിങ്ങനെ സംസാരിപ്പിക്കുന്ന, കാണുന്ന, കേൾപ്പിക്കുന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു സൂക്ഷ്മമായ ശക്തിയുണ്ട്, ആത്മാവ്. ആ ആത്മാവിൻ്റെ ഉള്ളിലാണ് ഈ നിറവ് വരുന്നത്. അതാണ് നമ്മുടെ ആന്തരികമായ വ്യക്തിത്വം. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കണമെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ആ ഊർജ്ജത്തെ സ്വീകരിച്ചേ പറ്റൂ. ആ പ്രഷർ പമ്പിന്, പരമാത്മാവിന് എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും വിഷമങ്ങളെയും, അതായത് ചൈൽഡ്ഹുഡ് ട്രോമയാവട്ടെ, ഇന്നലെ ഉണ്ടായതാവട്ടെ, നഷ്ടത്തിൻ്റെ സങ്കടമാവട്ടെ, അഥവാ ആരെങ്കിലും അപമാനിച്ചതിൻ്റെ വിഷമമാവട്ടെ, എല്ലാം കളയാൻ പറ്റും. ആ ഒരു പ്രഷർ പമ്പിൻ്റെ എനർജി പ്രവഹിപ്പിക്കാൻ പറ്റണം. അതിനാദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? എന്താണോ എൻ്റെ ഉള്ളിലുള്ളത് അത് മാത്രമേ എനിക്ക് പുറമെ നിന്ന് ആകർഷിക്കാനും സാധിക്കുള്ളൂ. അതെന്താ? ഈശ്വരൻ ആകർഷിക്കേണ്ട കാര്യം വരുമ്പോൾ ഇങ്ങനെ പറയുന്നത് ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോളൂ. ജീവിതത്തിൽ നമ്മളെല്ലാം നേടണം. നമുക്ക് ആവശ്യത്തിനല്ല, ഇഷ്ടം പോലെ ഉപയോഗിക്കാനുള്ള ധനം വേണം. ധനം ഉപയോഗിച്ച് നമുക്ക് എന്താ വേണ്ടേ?
ഹാപ്പിനെസ് വേണം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, നമ്മുടെ വീട്ടുകാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റണം, നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റണം. എനിക്ക് നല്ല ആഹാരവും നല്ല വസ്ത്രവും നല്ല കാര്യങ്ങൾ, കറങ്ങാൻ പോകണമെങ്കിൽ കറങ്ങാൻ പോകാൻ പറ്റണം. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്? സന്തോഷം. അല്ലേ, ആലോചിച്ച് നോക്കിയേ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എൻ്റെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കും. എൻ്റെ കൂട്ടുകാരിക്ക് ഞാൻ എൻ്റെ സ്നേഹമാണ് പങ്കുവെക്കുന്നത്. അവർ ആ സ്നേഹത്തെ സ്വീകരിക്കും. എനിക്കെന്താ കിട്ടുന്നത്? സന്തോഷമാണ്. ഒരില്ലാത്തൊരാൾ, പട്ടിണി കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ അവർക്കൊരു പൊതി ചോറ് വാങ്ങിച്ചു കൊടുത്തു, ഒരു ആഹാരം കൊടുത്തു ഞാൻ, അവരത് കഴിച്ചിട്ട് താങ്ക്സ് പറയുമ്പോൾ എനിക്കെന്താ കിട്ടുന്നത്? സന്തോഷമാണ്. പങ്കുവെച്ചത് എന്താണ്? കരുണയാണ്. ഈ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിനും ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ എപ്പോഴൊക്കെയാണോ നമ്മുടെ ലൈഫിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ ലൈഫിലെ ആക്ടിവിറ്റീസിനുള്ളിൽ നിന്ന്, കർമ്മങ്ങളിൽ ഗുണങ്ങളുടെ ഷെയറിങ് നടന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ എനിക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പരമമായ സന്തോഷത്തിൻ്റെ ആധാരം എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഗുണങ്ങളുടെ ഷെയറിംഗ് ആണ്. ഈ ശരീരത്തിൽ ജലം ആവശ്യപ്പെടുന്ന സമയം, ദാഹം വരുമ്പോൾ, ജലം ചോദിക്കുമ്പോൾ, ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് ചോദിക്കുമ്പോൾ, വെള്ളം വേണ്ട, സദ്യ കഴിച്ചോളൂ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല കഴിക്കാനായിട്ട്, വെള്ളം തന്നെ വേണം. എന്തുകൊണ്ടാണ്? ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ഇതിൽ 70% വെള്ളമാണ്. ആ വെള്ളം നഷ്ടപ്പെടുമ്പോൾ ശരീരം വെള്ളം വേണം എന്ന് ചോദിക്കുന്ന പ്രക്രിയയാണ് ദാഹം എന്ന് പറയുന്നത്. അതിന് വെള്ളം കിട്ടിയ സമാധാനം. അതുപോലെ അകത്തിരിക്കുന്ന എനിക്ക് ശാന്തി കിട്ടിയ സമാധാനം, സ്നേഹം കിട്ടിയ സമാധാനം. ഒരാളോട് കരുണ കാണിക്കാൻ പറ്റിയാലോ, ഒരാൾ എന്നോട് കരുണ കാണിച്ചാലോ സന്തോഷം. സ്നേഹം കൊടുത്താലോ സ്നേഹം കിട്ടിയാലോ സന്തോഷം. ആനന്ദത്തിൻ്റെ ഒരു നിമിഷങ്ങളിൽ എല്ലാവരും കൂടി പങ്കുവെക്കാൻ പറ്റിയാൽ എനിക്ക് സന്തോഷം. നമുക്ക് ശുദ്ധമായ നല്ല പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ, പറയാനും പ്രവർത്തിക്കാൻ പറ്റിയാൽ പവിത്രതയുടെ വ്യാവഹാരിക ഭാവം, സത്യതയിലേക്ക് എനിക്ക് പെരുമാറാൻ പറ്റിയ എനിക്ക് സന്തോഷം. ലൈഫിൽ നിങ്ങൾ നോക്കിയേ, ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കുള്ളിൽ സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കുക, എനിക്ക് സുഖം കിട്ടിക്കൊണ്ടിരിക്കുക, ആന്തരികമായിരിക്കുന്ന സുഖം ഞാൻ അനുഭവിക്കാൻ തുടങ്ങുക. വേറൊരു ഭാഷയിൽ ആത്മീയമായ സുഖം ഞാൻ അനുഭവിക്കാൻ തുടങ്ങുക. എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സുഖം അനുഭവിക്കുന്നു? ഞാനതാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ നിറവെന്ന് പറയുന്നത് ഈ 7 ഗുണങ്ങളാണ്. ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, സുഖം, ആനന്ദം എന്ന് പറയും. സൂര്യപ്രകാശത്തിലെ സപ്തവർണ്ണങ്ങളെപ്പോലെ ഞാൻ എന്നതായിരിക്കുന്ന ആന്തരിക വ്യക്തിത്വത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലെ 7 ഗുണങ്ങളും നിറഞ്ഞു നിന്നാൽ അവർ ലക്ഷ്മി ദേവിയായി. അവരുടെ മുന്നിൽ ഈ പ്രപഞ്ചം, ഈ പ്രകൃതി അതിൻ്റെ സമ്പൂർണ്ണ സ്വത്തുക്കളും കൊണ്ട് അടിയറ വയ്ക്കുകയായി. അതുകൊണ്ട് നമ്മുടെ പോസിറ്റിവിറ്റീനെ ഉണർത്താൻ നമുക്ക് ഏറ്റവും ബെസ്റ്റായിരിക്കുന്ന മെത്തേഡ് പരമാത്മാവിൽ നിന്ന് ആ ഊർജത്തെ നമ്മളുള്ളിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യണം, ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ളതാണ്, എനിക്ക് പുറമെന്ന് നേടേണ്ടതല്ല. ഈ ധനം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതിനനുസരിച്ച് മറ്റെല്ലാ ധനവും നിങ്ങളുടെ അടുത്തേക്ക് പ്രവഹിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഈ ധനം നിറയ്ക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പ്രഷർ പമ്പ് ഉപയോഗിക്കാൻ, മെഡിറ്റേഷൻ. അതുകൊണ്ട് ഈ പറയുന്നതായിരിക്കുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. മുന്നേ പറയുകയാണ്, ഇതിനും നിങ്ങൾക്കൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുന്നേ ആദ്യം ആവശ്യം നമുക്ക് കുറച്ച് സമയത്തെ മെഡിറ്റേഷനാണ്. ആദ്യത്തെ സ്റ്റെപ്പ് ഇത് 3 നമ്മുടെ വിരലുകൾ കൊണ്ട്, നമ്മുടെ മുദ്രകൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കുന്നതിന് കുബേര മുദ്ര എന്ന് പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെയില്ലാതെ ഈ 3 വിരലുകൾ മാത്രം നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും പറ്റും. ഇനി ഈവൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റിലാക്സേഷനാണ്. ഞാൻ രണ്ടും ചെയ്തു നോക്കി. ഈ വിരൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഈ വിരലുകൾക്കൊക്കെ കഴപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും നമുക്ക്. അതേസമയം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ സിമ്പിളാണ്. ഈ മുദ്രയിലാണെങ്കിൽ ഈ വിരലിന് നമുക്ക് എഫക്റ്റ് വരില്ല. അതേസമയം ഈ ഒരു മുദ്ര എന്ന് പറയുന്നത് ഇത് നമുക്ക് മണി അട്രാക്ഷൻ സഹായിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, പുരാണങ്ങളിൽ, വേദങ്ങളിലൊക്കെ തന്നെ ഇതിന് കുബേരമുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ്. ഇങ്ങനെയും നിങ്ങൾക്ക് വെക്കാം. ഇനി ഇങ്ങനെ വെക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ, ഈ 2 വിരലുകൾ റിലാക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ 3 വിരലുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിന് ആദ്യം എന്ത് ചെയ്യണം? കുറച്ച് സമയം നമ്മൾ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല സ്ഥലം കണ്ടെത്തണം. ആദ്യത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ഇരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഇത് ഏർലി മോർണിംഗിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ രാത്രിയും വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടേതായിട്ടുള്ള പ്രോപ്പറായിരിക്കുന്ന സമയം കണ്ടെത്തിക്കോളൂ. ഏതെങ്കിലും ഒരു സ്ഥലത്ത്. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി, മാനിഫെസ്റ്റേഷൻ്റെ ഏതൊരു മെത്തേഡ് ചെയ്യുമ്പോഴും ഒരു മുറിക്കുള്ളിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കിരുന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. മറ്റുള്ളവരുടെ സങ്കല്പങ്ങൾ, വൈബ്രേഷൻസ്, ശബ്ദങ്ങൾ, ഇതൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ മെഡിറ്റേഷൻ കഴിഞ്ഞ സമയത്ത് ഒരാളൊരു കാര്യം ഒന്ന് ചോദിച്ചു, അവരോട് ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ വിചാരിക്കരുത് ഞാൻ ആദ്യത്തെ ചെയ്തിട്ട് 2ാമത്തേലേക്ക് എത്തിയെന്ന്. അവിടെ കട്ടായി കഴിഞ്ഞു.
എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാര്യം എഴുതുകയാണെങ്കിൽ നമ്മളൊരു 55 വട്ടം എഴുതുകയാണെങ്കിൽ 5 വട്ടം എഴുതി കഴിഞ്ഞപ്പോൾ ഒരാളൊരു കാര്യം വന്ന് ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു കൊടുത്തു, അത് കഴിഞ്ഞ ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിൽ ആ 5 അവിടെ കട്ട് ചെയ്തോളൂ, വീണ്ടും 55 എഴുതിയേ പറ്റൂ. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ മൈൻഡ്, പ്രസൻസ് ഓഫ് മൈൻഡ് ഇതിന് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. അതുകൊണ്ട് ഈ കാര്യം ചെയ്യാനിരിക്കുമ്പോൾ, നീ ഇക്കാര്യം ചെയ്യാതിരിക്കുമ്പോൾ എന്ന് മാത്രമല്ല, എപ്പോഴൊക്കെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സിന് വേണ്ടി നിങ്ങൾ ഇരിക്കുന്നുണ്ടോ, നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സമയം കണ്ടെത്തിയേ പറ്റൂ. ലൈഫിൽ വേണ്ടതായിട്ടുള്ള ഡ്രീം നേടാൻ വേണ്ടിക്കൊണ്ട് കുറച്ച് സമയം നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇനി മറ്റൊരു സമയം നിങ്ങൾക്ക് കിട്ടാനില്ലേ, എല്ലാവരും ഉറങ്ങിയിട്ട് ചെയ്തോ അല്ലെങ്കിൽ എല്ലാവരും ഉണരും മുന്നേ ചെയ്തോ, അപ്പോഴും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു സമയം നമുക്ക് ഒറ്റയ്ക്ക് കണ്ടെത്തണം. ആ സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു സീറ്റിൽ താഴെ ചമ്രം പണിഞ്ഞിരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ഏതെങ്കിലും ഒരു വിരിപ്പിട്ടിട്ട്, നിലത്തിരിക്കല്ല, ഏതെങ്കിലും ഒരു വിരിപ്പിട്ടിട്ടോ ഒരു ചെറിയ കുഷ്യനിട്ടിട്ടോ ഇരിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കസേരയിൽ ഇരുന്നോളൂ, പക്ഷേ നട്ടെല്ല് നിവർന്നിരിക്കണം. നമ്മുടെ നട്ടെല്ല് നിവർന്നിരിക്കുന്ന പോസ്റ്റിൽ ഈ പ്രപഞ്ചത്തിൻ്റെ എനർജിയുമായിട്ട് നമ്മൾ ഡയറക്റ്റ് അലൈൻമെൻറ്റിൽ വരും. അതുകൊണ്ട് ആ ലെവലിരിക്കണം. അത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചിട്ട് പുറത്തേക്ക് വിടുന്നത് എന്ന് വിടുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനും ബോഡിയും തണുക്കുകയും ചെയ്യും. ഇതൊരു ശീതളി പ്രാണായാമത്തിൻ്റെ വേറൊരു വിധമാണ്. അതേസമയം നമ്മുടെ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ ആ ഒരു എനർജീനെ കൺട്രോൾ ചെയ്ത ശേഷം ഒരു ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ, ഒരുപാട് മെഡിറ്റേഷൻ മെത്തേഡ്സ് സിസ്റ്റർ BK ഷീബയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈസി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു സബ് ചാനലുണ്ട്. അതിലും നിങ്ങൾക്ക് മെഡിറ്റേഷൻ കമൻട്രി സഹിതം കിട്ടുന്നതാണ്. ഇനി അതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് ഇടുക, ധ്യാനമുദ്രയിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് ആ പരമപ്രകാശമായിരിക്കുന്ന പരമാത്മാവിനെ, ഈശ്വരനെ, ഭഗവാനെ, ശിവബാബയെ തൻ്റെ സമീപത്തേക്ക് വിളിക്കാം. തലയ്ക്ക് മേലെ ഒരു പ്രകാശ നക്ഷത്രം പോലെ ഭഗവാൻ വന്ന് പ്രത്യക്ഷമായി അതിൽ നിന്നിങ്ങനെ വൈറ്റ് ലൈറ്റ് നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ്. നിങ്ങൾക്ക് ആ ഒരു ദൃശ്യം കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇപ്പോൾ ഒരുപാട് ബ്രഹ്മകുമാരീസ് എന്നുള്ളൊരു യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒരുപാട് വീഡിയോസ് കാണാം. വിഷൻസൊക്കെ കാണാൻ അത് വളരെ സഹായിക്കുന്ന ഘടകമാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ രാവിലെ നേരത്ത് മഞ്ഞുള്ളൊരു നേരത്ത് അങ്ങ് സൂര്യനെ നോക്കിയാൽ ആ മഞ്ഞിലൂടെ മരങ്ങൾക്കൊക്കെ ഇടയിലൂടെ ഒഴുകി വരുന്ന പ്രകാശം കാണുമല്ലോ, അതുപോലെ നമ്മളിലേക്ക് ഒഴുകി നിറയുന്നതായിരിക്കുന്ന ആ വെള്ളപ്രകാശം, അതിൽ നിന്ന് സപ്തവർണ്ണങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞ് അത് 7 വർണ്ണങ്ങളിൽ നമ്മൾ തിറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് ശരീരത്തിലെ എല്ലാ കണങ്ങൾ പോലും ആ ദിവ്യ പ്രകാശം കൊണ്ട് പ്രകാശപൂരിതമായി മാറി ഞാൻ കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് മാറി എന്നൊരു അവസ്ഥ എത്തിയ ശേഷം ഈ 3 വിരലുകളെ ഇങ്ങനെ പിടിക്കാം. ഈ രീതിയിൽ ഒന്നുകിൽ ഇങ്ങനെയാവാം അല്ലെങ്കിൽ ഇങ്ങനെയാവാം. നേരത്തെ പറഞ്ഞു തന്നല്ലോ, ഈ രീതിയിൽ അധികം പ്രസ് ചെയ്യണമെന്നില്ല, പക്ഷേ ജെൻ്റ്ലി ഒരു ചെറിയ പ്രഷർ നമ്മളിതിന് കൊടുക്കണം. ഇങ്ങനെ കൊടുത്തിരുന്നു കൊണ്ട് ഒരു 30-60 സെക്കൻഡ് സമയത്തേക്ക്, മീൻസ് 1 മിനിറ്റ് സമയത്തേക്ക് ഫീൽ ചെയ്യുക 3 വാക്കുകൾ: ഐ ഹാവ് അബൻഡൻസ്, എനിക്ക് സമൃദ്ധിയുണ്ട് എന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ സമൃദ്ധിയുള്ളവനാണ്, എനിക്ക് എല്ലാ സമൃദ്ധികളുമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വരി നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായത് ഏതാണോ അത് പറയുക. ഏറ്റവും നല്ല മെത്തേഡ് എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഐ ഹാവ് അബൻഡൻസ് എന്ന് പറയുന്നത് വളരെ ഈസിയായി തോന്നിപ്പോയി. അതാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയത്. ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് ഐ ഹാവ് അബൻഡൻസ് ഫീൽ ചെയ്യുക. അൺലിമിറ്റഡ് എനർജി നിങ്ങളിലേക്ക് ഒഴുകി വരികയാണ്. നിങ്ങളുടെ സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും സന്തോഷവും എല്ലാം നിങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എമർജൻസി ആയിട്ട് പൈസ വേണം നിങ്ങൾ ആവശ്യമുള്ളവരാണോ, ആ ഒഴുകുന്ന എല്ലാ കിരണങ്ങളും നിങ്ങൾക്ക് മഴ പോലെ നോട്ടിങ്ങനെ പെയ്ച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത് നിറഞ്ഞു കൂന കൂടിക്കൊണ്ടിരിക്കുകയാണ്. അൺലിമിറ്റഡ് മണി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷൻ കണ്ടോളൂ. മഴ പോലെ നോട്ട് പെയ്യുന്നത് കണ്ടുകൊണ്ടേയിരിക്കാം. അതല്ല നിങ്ങൾക്ക് ഹെൽത്തിലാണോ പ്രോബ്ലം, അതിനാണോ സൊല്യൂഷൻ വേണ്ടത്, ആ കിരണങ്ങൾ അങ്ങനെ ഫുൾ ബോഡിയിൽ പോയിട്ട് എല്ലാ ഓർഗൻസും പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ട് മാറുന്നതായിട്ട് സങ്കല്പിക്കുക. ഇനി ഈ സമയത്ത് ഏതെങ്കിലും റിലേഷൻ ഹീലിയിലാണോ നിങ്ങൾക്ക് ആവശ്യം, ആ സമയത്ത് ആരുമായിട്ടുള്ള റിലേഷനാണോ മോശമായിരിക്കുന്നത്, ആ ആൾ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വന്നിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ ബ്രൂ മധ്യത്തിൽ നിന്നുള്ളതായിട്ടുള്ള വൈറ്റ് ലൈറ്റ്, ഭഗവാൻ വന്നതായിട്ടുള്ള പ്രകാശം ആ ആത്മാവിൽ പോയിട്ട് ടച്ച് ചെയ്തു. അവരും അതുപോലെ പ്രകാശപൂരിതമായിട്ട് മാറി. നിങ്ങൾ എങ്ങനെയാണോ ആ റിലേഷൻ്റെ ബെസ്റ്റ് ഫോം കാണേണ്ടത് ആ സമയത്ത് വിഷ്വൽ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ട് 1 മിനിറ്റ് സമയം, മിനിമം 1 മിനിറ്റ് സമയം, അഥവാ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുമെങ്കിൽ എത്ര സമയം വരെ ഇതിൽ ഡീപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ, ഫീൽ ചെയ്യാൻ പറ്റുമോ അത്ര സമയം നിങ്ങൾ ചെയ്യാം. ഇത് കഴിഞ്ഞ ശേഷം
ഒരു ദിവസത്തിൽ രാവിലെ ചെയ്താലും രാത്രി ചെയ്താലും ബാക്കിയുള്ള ദിവസത്തിൽ ഒരു ദിവസം 5-6 തവണയെങ്കിലും ഒരു പ്രാവശ്യം ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഞാൻ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ടൈം ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ അർത്ഥം മനസ്സിൻ്റെ യാത്ര പൂർണ്ണമായിട്ട് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഈ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രമാവണം. പക്ഷേ അനുഭവം എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്, എത്ര തവണ നമ്മളൊരു കാര്യത്തെ ഇരുന്ന് വിഷ്വൽ ചെയ്തിട്ടുണ്ടോ ആ കാര്യം ബസ്സിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോലും വിഷ്വൽ ചെയ്യാം, നമുക്ക് സംസാരിച്ചുകൊണ്ട് വേണമെങ്കിൽ വിഷ്വൽ ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ വിഷ്വൽ ചെയ്യാം. ആ ഊർജ്ജത്തെ, ആ ഫീലിങ്ങിനെ ആക്ടിവേറ്റ് ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ ആദ്യത്തിൽ ഇങ്ങനെ സമയമെടുത്തുകൊണ്ട് ഈ 3 വിരലുകളെ പ്രസ് ചെയ്തുകൊണ്ട് ഐ ഹാവ് അബൻഡൻസ് എന്ന് ഫീൽ ചെയ്യാം. ഒരു 60 സെക്കൻഡ് സമയം, ഇനി 60 സെക്കൻഡ് ഒന്നും കിട്ടില്ല, 30 സെക്കൻഡ് സമയമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ രീതിയിൽ ഐ ഹാവ് അബൻഡൻസ് ആ ഫീൽ ചെയ്യുമ്പോൾ ആ വിഷൻ ക്രിയേറ്റ് ചെയ്യും. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലുള്ളതായിരിക്കുന്ന സമൃദ്ധി, ധനവും സുഖവും സന്തോഷവും എല്ലാം നിറഞ്ഞതായി ഞാൻ മാറി എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഐ ഹാവ് അബൻഡൻസ് ഫീൽ ചെയ്യേ, ആ ഹാപ്പിനെസ്സിനെ എൻജോയ് ചെയ്യേ. ആ സ്റ്റേജിലേക്ക് നിങ്ങൾ മാറൂ. റെഗുലറായി കാണാൻ തുടങ്ങുമ്പോൾ റിപ്പീറ്റേഷൻ, ഒരു പക്ഷേ ആദ്യത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായ ഫീൽ കിട്ടിയില്ല എങ്കിൽ പോലും റിപ്പീറ്റേഷൻ പെർഫെക്റ്റ് ആയിട്ടുള്ള അനുഭവം തരും. നിങ്ങൾ എത്ര കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു അത്രയും വേഗത്തിൽ നിങ്ങളുടെ ഡ്രീം നിങ്ങളിലേക്ക് വരും. അത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ. ഈ കാര്യം നന്നായി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.